ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സിനിമയെ കുറിച്ചാണ്. സിനിമയും ഹേമ കമ്മിറ്റിയെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സിനിമയിലെ വലിയൊരു 15 അംഗ ഗ്രൂപ്പിനെ കുറിച്ചും അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അതിൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ മഹാനടനായ തിലകൻ ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ശരിക്കും സംവിധായകൻ വിനയനും ഒക്കെ ഇതിനകത്ത് അനേകം ദൂഷ്യഫലങ്ങൾ വർഷങ്ങളോളം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെയാണ് തിലകൻ ചേട്ടനും അതേപോലെ തന്നെ വിനയൻ എന്ന് പറയുന്ന സംവിധായകനും. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ പല ആളുകളും ഇത് പറയാൻ തയ്യാറാകുന്നത് തന്നെ ശരിക്കും ഇങ്ങനൊരു കമ്മിറ്റി വന്നതുകൊണ്ടാണ്. അനേകം സ്ത്രീകള് ജൂനിയർ ആർട്ടിസ്റ്റുകള് പീഡനം അനുഭവിച്ച കാര്യങ്ങളും അവര് സെക്ഷലി അബ്യൂസ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ പണ്ട് നടന്ന വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിലുണ്ടായ കുറെ പ്രശ്നങ്ങളാണ്. ഇതിലേക്ക് മാധ്യമങ്ങള് എനിക്ക് തോന്നുന്നു ഇത് അമിത പ്രാധാന്യം കൊടുക്കുന്നില്ലേ ഈ ഒരു വിഷയത്തിനെന്ന്. കാരണം സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു സിനിമാ നടന്മാരാണ്, ഒരു സിനിമ അഭിനയിച്ചിട്ട് അവർക്ക് ആവശ്യത്തിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണ ആളുകളെ പോലെ ഒരു തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ്. ആ രീതിയിൽ കാണാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. നമ്മുടെ അന്യനാടുകളിൽ ഒരു സിനിമാ നടനും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു ട്രെയിനിൽ സാധാരണ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ റൈറ്റ് ഉണ്ട്, പക്ഷെ സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഈ സിനിമാ നടന്മാരെ കാണുന്നത് വലിയൊരു സംഭവമായിട്ടാണ്. ഒരു സിനിമാ നടൻ ഇപ്പോ അടുത്ത ജംഗ്ഷനിൽ എവിടെയെങ്കിലും വന്ന 10,000-കണക്കിന് ആളുകൾ വന്ന് കൂടുമ്പോൾ ഇയാളുടെ മനസ്സിൽ അറിയാതെ തന്നെ ഒരു ഫെയിം അല്ലെങ്കിൽ ഒരു അഹന്ത ഉള്ളിൽ കിട്ടുവാണ്. ഞാൻ വലിയൊരു സംഭവമാണ്. ഇവരൊരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം കണ്ടുകൂടെ ജനങ്ങൾക്ക്? അവർക്ക് ജോലി ചെയ്യുന്നു, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഒരു സാധാരണ ഒരു പ്രവൃത്തിയല്ലേ? രാഷ്ട്രത്തിന് വേണ്ടി പ്രത്യേക അവരെന്തെങ്കിലും സംഭാവന ചെയ്തവരാണോ? അല്ലെങ്കിൽ വല്ല റോക്കറ്റ് വിക്ഷേപണത്തിനോ? രാഷ്ട്രത്തിന് വേണ്ടി ഇന്ന് സിനിമ എന്ന് പറഞ്ഞൊരു മേഖല ഇവിടെ നിന്നുപോയാ ഈ രാജ്യത്തിനൊന്നും സംഭവിക്കില്ല. ഇതൊരു വിനോദോപാധി മാത്രമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ പെരുമാറുകയും ചെയ്താൽ തന്നെ ഈ പ്രശ്നങ്ങളെ കുറച്ചുകൂടി ലഘൂകരിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടുത്തെയുള്ള മാധ്യമങ്ങൾ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഞാൻ രാവിലെ TV നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ സിനിമാ വിഷയം തന്നെയാണ് ചർച്ച. ഇത് ഈ ഒരു മേഖലയെ കുറിച്ച് ഈ മേഖലയെ തകർക്കുന്നത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. ശരിക്കും 15 അംഗ പവർ കമ്മിറ്റിയുടെ ഓൾറെഡി നമ്മൾ സംസാരിച്ച വിഷയമാണ്. ഏതാനും പേര് പിടിച്ചു നിർത്തേണ്ടതാണോ ശരിക്കും ഈ സിനിമാ മേഖല? വിനോദോപാധിയാണ്, അതോടൊപ്പം നല്ല അനേകം സമ്പാദ്യം, അതായത് വാണിജ്യപരമായിട്ട് വളരെ ലാഭമുള്ളൊരു ബിസിനസ് കൂടിയാണിത്. അനേക ആളുകൾ സിനിമയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മേക്കപ്പ് മാൻ, ഡ്രൈവർ, അങ്ങനെ ഒത്തിരി ആളുകൾ. ഏതാനും ആളുകളുടെ 10-15 പേര് കൂടി നിയന്ത്രിക്കേണ്ട ഒരു സംഗതിയാണോ ഇത്? അപ്പോൾ എത്ര പേരുടെ അവസരങ്ങൾ ഇവർ നശിപ്പിച്ചിട്ടുണ്ടാവും? പുതിയതായിട്ട് കടന്നു വരുന്ന നടന്മാര് എല്ലാം ഇവർക്ക് ഇവരുടേതായ ഇംഗിതത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവര് ഇവരെ മുൻപോട്ട് പോകാൻ സാധിക്കൂ എന്ന് വരുമ്പോൾ സർക്കാരിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് നല്ലൊരു രീതിയിൽ നടപടിയെടുത്ത് ഇതിന് കൃത്യമായ അന്വേഷണം വെച്ച് ഇപ്പോൾ പീഡനം അനുഭവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലൊരു റിസൾട്ട് കിട്ടിയ ഇനി വരുന്ന ഈ വക പവർ ഗ്രൂപ്പ്, ഈ വക സംഗതികൾ, ഒരു പൊളിറ്റിക്സ് ഈ സിനിമാ മേഖലയിൽ ഉണ്ടാവാതിരിക്കും. ഒത്തിരി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.